ബോഡി ഷേമിംഗ് എന്നൊരു വാക്കിന്റെ അർത്ഥം അറിയാതെ അത് തോന്നുന്നിടത്ത് ഇട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് ബോഡി ഷേമിംഗ് എന്താണ്, അതിന്റെ ഒരു അതിർവരമ്പ് എന്താണ് എന്ന് അറിയാതെ അതിനെപ്പറ്റി വെറുതെ ഓരോന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാളെ ഐഡന്റിഫിക്കേഷൻ പേർപ്പസിന് വേണ്ടി ഇപ്പം പൊക്കം കുറഞ്ഞ ആളാണ്, പൊക്കം കൂടിയ ആളാണ്, അല്ലെങ്കിൽ ഇച്ചിരി തടിയുള്ള ആളാണ്, തടി കുറഞ്ഞ ആളാണ് എന്ന് പറയുമ്പോൾ അത് ബോഡി ഷേമിംഗ് അല്ല, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, വീട്ടിൽ ഒരാൾ വന്നായിരുന്നു, ഇങ്ങനെയുള്ള ആളാണ്, ഇച്ചിരി പൊക്കം കൂടിയ ആളാണ്, പൊക്കം കുറഞ്ഞ ആളാണ് നമ്മൾ പറയുന്ന പോലെ ഉള്ളൂ. അതേസമയം തന്നെ ഇപ്പം കറുത്ത ആളാണ്, ഇച്ചിരി കറുത്ത ആളാണ്, ഇത്തിരി വെളുത്ത ആളാണ് എന്ന് പറയുന്നതും അത് റേസിസം അല്ല, ഐഡന്റിഫിക്കേഷൻ പേർപ്പസിന് വേണ്ടി അങ്ങനെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ലൈവിനകത്ത് നടന്ന ഈ ഒരു വഴക്കിനകത്ത് ജിസേൽ അങ്ങനെ പറഞ്ഞുള്ളൂ. അനുമോൾക്ക് ഇത്തിരി പൊക്കം കുറഞ്ഞതായോണ്ട് അനുമോൾക്ക് എല്ലാം ചേരും, എന്ത് ഉടുപ്പ് ബിഗ് ബോസ് കൊടുത്താലും ആ ഉടുപ്പ് ചേരും. ജിസേലിന് ഇത്തിരി പൊക്കം കൂടി, ഇത്രയും കൂടെ ഒരു എന്താ പറയാ സ്റ്റൗട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്ത് ഉടുപ്പ് കൊടുത്താലും അങ്ങനെ ചേർത്തൊന്നുമില്ല, ഇത്തിരി കീറിപ്പോയെന്ന് നോക്കി ഇരിക്കും, ചേരാതെയൊക്കെ വരും. അതാണ് ജിസേൽ അവിടെ പറഞ്ഞത്. അതെല്ലാരും ഏറ്റുപിടിച്ച് ബോഡി ഷെയ്മിങ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് ജിസേലിന്റെ മണ്ടയ്ക്ക് കയറുവാണ്. പിന്നെ അനുമോളുടെ വക കരച്ചിൽ നാടകം വേറെ. എന്നിട്ടിപ്പോ ഇവിടെ വന്നിരുന്ന ലൈവിന്റെ അത് പറഞ്ഞ് ഇത് അമ്മമാര് കാണുന്ന ഷോ ആണ്, അമ്മമാർക്കൊന്നും ഇത് പിടിക്കത്തില്ല എന്ന് പോലും. ഇത് ബേസിക്കലി ജിസേല് ഇട്ടിരിക്കുന്ന അടിവസ്ത്രമാണ്. ബിഗ് ബോസ് ഇപ്പോഴും ആർക്കും തന്നെ വസ്ത്രങ്ങൾ കൊടുത്തിട്ടില്ല, ബാഡ്ജ് കയ്യിലുള്ളവർക്കല്ലാതെ. എന്തിനാണ് ബിഗ് ബോസ് ഇത് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇങ്ങനെയുള്ള അടികൾ ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കും. പക്ഷെ എനിക്കിത് ഈ ഒരു രീതിയിലുള്ള ഒരു വഴക്ക് എനിക്ക് കാണാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അവരവരുടെ വസ്ത്രങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരുടെ കോൺഫിഡൻസിനെയും ഗെയിമിനെയും ഒക്കെ വല്ലാതെ അത് ബാധിക്കുന്നുണ്ട്. എല്ലാവരും വളരെയധികം ഇറിറ്റേറ്റഡ് ആണ്, ആജിറ്റേറ്റഡ് ആണ് സ്വന്തം വസ്ത്രങ്ങൾ കിട്ടാത്തത് കൊണ്ട്. ഇപ്പൊ ബിഗ് ബോസ് എത്രയും വേഗം അത് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരാഴ്ചയും കൂടി കാണുമായിരിക്കും ഈ ഒരു വസ്ത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടാസ്ക്. അത് കഴിഞ്ഞ് ചിലപ്പോ ബിഗ് ബോസ് എടുത്ത് കൊടുത്തേക്കാം. ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അത് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.